നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിപ്പുറത്ത് ടെക്നോ പാർക്കിൻ്റെ Phase-IV ക്യാമ്പസിൻ്റെ മുൻവശത്താണ്. ഇവിടെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് TCSൻ്റെ പുതിയൊരു IT ആൻഡ് റിസർച്ച് ഹബിൻ്റെ ഉദ്ഘാടനമൊക്കെ നടന്നിരിക്കുകയാണ്. ഏകദേശം 1500 കോടി രൂപയുടെ ഒരു വൻ നിക്ഷേപമാണ് ഇവിടെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ IT വികസനത്തിൽ കേരളത്തെ ഒരുപാട് സഹായിക്കുന്ന ഒരു സുപ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ്. അവരുടെ നിരവധി ബ്രാഞ്ചുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലൊന്നാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അതിൻ്റെ കുറച്ചുകൂടി എക്സ്റ്റൻഷൻ ഇവിടെ വരികയാണ്. ടെക്നോ പാർക്കിൻ്റെ ഈ പുതിയ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ലോക പ്രശസ്തമായ ഒന്നായി മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിലും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക IT മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് ടെക്നോ പാർക്കിൻ്റെ പുതിയ പ്രവർത്തനങ്ങൾ സഹായകമായിട്ടുണ്ട്. അപ്പോൾ ഇത് 10,000 കണക്കിന് പേർക്ക് ജോലി ലഭിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്, ബെൽ ബട്ടൺ തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ചാനലിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കേരളത്തിലെ IT വ്യവസായ മേഖലയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസ് TCS അവരുടെ പുതിയ സംരംഭം ടെക്നോ പാർക്ക് Phase-IV ആരംഭിച്ചിരിക്കുകയാണ്. 1500 കോടി രൂപ മുടക്കുമുതലുള്ള IT ഡിജിറ്റൽ ആൻഡ് റിസർച്ച് ഹബിൻ്റെ ഒന്നാം ഘട്ടമാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. 97 ഏക്കർ സ്ഥലത്ത് 2.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാവുന്നതോടെ 20,000 പേർക്ക് തൊഴിൽ ലഭിക്കുമെന്ന് പറയുന്നു. 2021 സംസ്ഥാന സർക്കാരുമായി ഇതിനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചത്. എയറോസ്പേസ്, പ്രതിരോധം, നിർമ്മാണം എന്നീ മേഖലകൾക്കാവശ്യമായ നൂതന സാങ്കേതിക വിദ്യകൾ പ്രദാനം ചെയ്യുന്ന പദ്ധതിയാണ് TCS വിഭാവനം ചെയ്തിരിക്കുന്നത്. റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ അനലിറ്റിക്സ്, ബ്ലോക്ക് ചെയിൻ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നിവയിലൂടെ ഉൽപ്പന്നങ്ങളുടെ വികസനവും അതുമായി ബന്ധപ്പെട്ട സേവനവുമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ഒരു ഇൻക്യുബേറ്റർ സെൻറ്റർ സ്ഥാപിക്കുവാനും TCS ഉദ്ദേശിക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് മികച്ച പിന്തുണ നൽകുന്ന കേരളത്തിൽ TCSൻ്റെ സംരംഭം വിജയകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടെക്നോ പാർക്ക് കൂടുതൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പള്ളിപ്പുറത്തെ Phase-IV ക്യാമ്പസിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, സയൻസ് പാർക്ക്, സൺടെക് കമ്പനിയുടെ കേന്ദ്രം, വേൾഡ് ട്രേഡ് സെൻറ്റർ തുടങ്ങിയവയൊക്കെ വരും കാലങ്ങളിൽ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. ടെക്നോസിറ്റി എന്ന പേരിൽ മറ്റിടങ്ങളിലും ഉള്ള സ്ഥാപനങ്ങളുമായി ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ് ടെക്നോ പാർക്ക് Phase-IV എന്ന പേര് ഈ ക്യാമ്പസിന് നൽകിയിരിക്കുന്നത് എന്നാണ് അധികൃതർ പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ IT വികസനം ലോകത്തെ നിരവധി കമ്പനികളെയും നിക്ഷേപങ്ങളെയും ആകർഷിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അത് രാജ്യത്തിന് കൂടുതൽ നേട്ടങ്ങൾ സംഭാവന ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു കാണാക്കാഴ്ചയും വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.